ഗൈസ് ഞങ്ങൾ ഇന്ന് സാറ്റർഡേ ഞങ്ങൾ ചുമ്മാ ഫുഡ് കഴിക്കാൻ വേണ്ടി വെളിയിൽ ഇറങ്ങിയതാണ്. ഉച്ചയായി 1:30 അതില്ലാതെ ഞങ്ങൾക്ക് ഡിമാർട്ടിൽ കയറി സാധനവും വാങ്ങിക്കണമായിരുന്നു. അപ്പോഴാണ് ഇന്ന് മഴ കാണുന്നില്ല, നല്ല വെയിൽ തോന്നുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കഴിച്ചിട്ട് ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയാലോ എന്ന്. കറങ്ങാൻ വേണ്ടി പ്രത്യേകിച്ച് സ്ഥലമൊന്നും കണ്ടുപിടിച്ചില്ല. ഇനി ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇനി എന്തെങ്കിലും സ്ഥലം കണ്ടുപിടിച്ചിട്ട് ഞങ്ങൾ കറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാറ്റർഡേ ആയിട്ട് ഞങ്ങൾ ഇവിടെ മന്തി കഴിക്കാൻ വേണ്ടി ഞങ്ങൾ എപ്പോഴും വരുന്ന സ്ഥലത്ത് തന്നെയാണ്. നിങ്ങൾ ഓൾറെഡി ഞങ്ങൾ ഇവിടുത്തെ വീഡിയോ ഇട്ടിട്ടുള്ളതാണ്. അവിടെ തന്നെ ഞങ്ങൾ വന്ന വഴിക്കാണ് ഇത് കണ്ടത്. അപ്പം ഈ പ്ലെയിൻ കാണുമ്പോൾ മറ്റേത് ഓർമ്മ വരും. ഞങ്ങൾ കഴിച്ചിട്ട് നമുക്ക് പോകാം. സ്ഥലം ഒന്ന് കാണണം. നിങ്ങൾക്ക് ഇവിടെയാണ് ഗൈസ് വന്നിരിക്കുന്നത്. പ്ലെയിൻ കാണുമ്പോൾ ഇപ്പൊ മറ്റേത് ഓർമ്മ വരുന്നല്ലേ, എയർ ഇന്ത്യ. ഞങ്ങൾ ഇവിടെ വന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ പിള്ളേർക്ക് കളിക്കേണ്ട സംഭവം കാണുമ്പോഴത്തേക്ക് ചക്കൂന് അകത്തെ കയറണ്ടെന്ന് പറഞ്ഞതാണ്. കാരണം നമുക്ക് വേറെ സ്ഥലത്ത് പോകണമല്ലോ ഇനി. അതുകൊണ്ട് അപ്പോൾ അവൻ ഏതെങ്കിലും ഒറ്റ ഒരെണ്ണത്തെ മാത്രം കയറണമെന്ന്, അങ്ങനെ ഇരുത്തേ കയറിയിട്ട് വരട്ടെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇന്ന് പ്ലെയിൻ്റെ അകത്തിരുന്നല്ല ഫുഡ് കഴിക്കുന്നത്. പ്ലെയിൻ്റെ അകത്ത് ഇതാണ്, ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നില്ല. ഞങ്ങൾ ഇതിൻ്റെ മേളിൽ വേറെ ഉണ്ടല്ലോ, ഓപ്പൺ സ്പേസ് ഉണ്ട്, അവിടെ ഇരുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അങ്ങനെ സീറ്റ് പിടിച്ചു ഗൈസ്. ഇവിടെ ഫുള്ള് മാന്തോട്ടമാണ് ഈ സൈഡിൽ കേട്ടോ. ഫുള്ള് മാങ്ങയും ഉണ്ട്, കണ്ടോ ഫുള്ള് മാങ്ങ. ഇത് റോഡല്ല, ഇതിന്റെ ഇപ്പുറത്തെ വശമല്ലേ അയ്യം. ഏത് റോഡ്? അതല്ലേ റോഡാ പൊട്ട. മുത്തിനാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേക്ക് മുത്തിന്റെ കിളി പോയെന്നാ തോന്നുന്നത്. അപ്പം ഇവിടെ തന്നെ ഈ മാവേലൊക്കെ ഫുള്ള് മാങ്ങ കിടക്കുന്നു. കുറച്ച് മാങ്ങ കിട്ടുമായിരുന്നെങ്കിൽ നല്ലായിരുന്നു. മാവും തെങ്ങും എല്ലാം ഉണ്ട് കേട്ടോ. ചക്കൂനാണെങ്കിൽ എവിടെ ഹോട്ടലിൽ കയറിയാലും അവന് ഫോൺ വേണം. വീട്ടിലിരിക്കുമ്പോൾ ഒന്നും ഫോണിന് വരക്കില്ല. എവിടെയെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറുമ്പോൾ ചക്കൂന് ഉടനെ ഫോൺ വേണം. വേറൊന്നിനുമല്ല, പിള്ളേരുടെ ഒരു കുഞ്ഞ് ഗെയിമുണ്ട് പഠിക്കുന്ന കൂട്ടുള്ള, ആ ഗെയിം കാണാൻ വേണ്ടിയിട്ട്. കണ്ടോ അതെന്താ മുത്ത് പറയുന്നത് ഇവിടുത്തെ പണിക്കാർക്ക് ഉഷാറില്ലെന്ന്. രാവിലെ ബൂസ്റ്റ് കുടിച്ച് കാണത്തില്ല. അവിടെ പോയിട്ട് ഇനി ഇതിവിടത്തെ ഓർഡർ എടുത്ത് അത് വരാനും 1 മണിക്കൂർ എടുക്കും. നമുക്ക് ഇന്ന് എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? അവിടെ നിന്ന് ടാബ് എടുത്തോണ്ട് വന്ന് ഓർഡർ എടുക്കണം. ഓർഡർ എടുത്തിട്ട് തിരിച്ച് അവിടെ കൊണ്ടു കൊടുക്കണം. ആദ്യമായിട്ട് വരുന്നവരൊക്കെ ആ പ്ലെയിനെ കയറി ഇരുന്ന ഫുഡ് കഴിക്കുന്നത് കേട്ടോ. നമ്മളും ആദ്യമായിട്ട് ഇവിടെ വന്നപ്പം പ്ലെയിൻ ഇത് ഓപ്പൺ ആയ സമയത്ത് നമ്മൾ ആദ്യമായിട്ട് വന്നപ്പോൾ നമ്മളും പ്ലെയിൻ്റെ അകത്തായിരുന്നു ഫുഡ് കഴിച്ചത്. അതിൻ്റെ അകത്ത് കയറണമെങ്കിൽ 100 എക്സ്ട്രാ കൊടുക്കണം. ഒരു ഹെഡിന് വെച്ചിട്ട് 100 അല്ലേ. അപ്പം നമുക്ക് 3 പേർക്കൊണ്ടാകുമ്പോൾ ഫുഡിൻ്റെ കൂടാതെ 300 രൂപ എക്സ്ട്രാ ആവും. പിന്നെ അത് കഴിയുമ്പോൾ ഫസ്റ്റ് ടൈം അതിൻ്റെ അകത്ത് കയറി എങ്ങനെയാണെന്ന് അറിഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ട്, അത് കഴിയുമ്പോൾ പിന്നെ എല്ലാവരും ഇതിൻ്റെ അകത്ത് തന്നെ വന്നിരുന്ന് കഴിക്കുന്നത്. ഞങ്ങളങ്ങനെ ഒരു അൽഫാം മന്തി പറഞ്ഞു. പിന്നെ ആണെങ്കിൽ എൻ്റെ ഇവിടെ ടൈഗർ എയറോ സുൽത്താൻ ചീസ് എന്തോ ഒരു സാധനം അതും കൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സീറ്റ് മാറിയിട്ട് ഞങ്ങൾ അപ്പുറത്തോട്ട് പോകുന്നു ഗൈസ്. ഇവിടെ ഫാനില്ല, ഭയങ്കര ചൂടെടുക്കുന്നു. കണ്ട ആ മേളിൽ മാത്രമേ ഫാനുള്ളൂ, അതുകൊണ്ട് അവിടെ പോയിരിക്കുന്നു വെച്ചു. ഞങ്ങൾ മുമ്പേ അവിടെ ആയിരുന്നു കേട്ടോ, ഒരു മാന്തോട്ടത്തിന് മൂട്ടിയിരിക്കുമായിരുന്നു. അവിടെ ആണെങ്കിൽ ഫാനും ഇല്ല, ഒരു കുന്തമില്ല, ഭയങ്കര ചൂട്. അങ്ങനെ ഞങ്ങൾ എണ്ണിച്ച് ഇപ്പോൾ തന്നെ ഇവിടെ വന്നു. ഞങ്ങൾ കഴിഞ്ഞ വർഷം ഇവിടെ തന്നെ വന്നിരുന്നത്. നല്ല ടീമു. ചക്കുപ്പിയാണെങ്കിൽ ഭയങ്കര ബിസി. അമ്മോസിനി വേറെ തണ്ട് തപ്പിക്കൊണ്ടിരിക്കുക കിട്ടുമെന്ന്. പുതിയ മെനു വരും, എന്നാലും ഒന്നും ഒരു മാട്ട മെനു വരും. എന്താണ് ഇവിടുത്തെ ആംബിയൻസ് കണ്ടോ ഗൈസ്. ഇത്രയേ സീറ്റിംഗ് ഉണ്ട് ഇവിടെ. പിന്നെ ഈ പ്ലെയിനകത്തും ഇരിക്കാൻ നല്ല സീറ്റിംഗ് ഉണ്ട്. പിന്നെ ഇവിടെ താഴെ എന്തോ ക്യാമ്പിങ് പോലുള്ള സാധനം, താഴെ ചെല്ലുമ്പം കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ ഞങ്ങൾ മന്തി വന്നു. ഇനി ഞങ്ങൾ മന്തി കുറച്ചേ മേടിച്ചല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഹാഫ് മേടിച്ചിട്ട് ഒരുപാട് റൈസ് എടുത്ത് തിന്നാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി. തുടങ്ങിക്കോ തിന്നെ. ഇതാകുമ്പോൾ ചക്കുപ്പി നിന്നോളും, വലിയ എരിയൊന്നുമില്ലല്ലോ. ഇനി അടുത്ത സാധനം എന്താ വരുന്നത് നോക്കട്ടെ. എരി ഇല്ലടാ, അവനിപ്പോഴും എണ്ണിച്ചെന്നു. അവന് കുക്കുംബർ മതിയായിരുന്നു. നമ്മൂസിന് മന്തിമായിട്ട് എന്തോ പൂർവ്വ വൈരാഗ്യം ഉണ്ടെന്നോ. നിനക്ക് ദോശ തിന്നാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയത്, ലാസ്റ്റ് മന്തിയായി. ഇന്നലെ ഇവന് ഇഡലിയും പടയെന്നല്ലേ പറഞ്ഞു. അല്ലേ നീ ചുമ്മാ ഇനി കറങ്ങാൻ പോകുമ്പോൾ ഇവിടെ ഇനി ഫുഡുണ്ടെന്ന് അറിയത്തില്ല. അല്ല ഇവിടുത്തെ ആൾക്കാർ എന്തോ കുഷ്കയോ അങ്ങനത്തെ സാധനങ്ങളുണ്ട്. അപ്പം ഞങ്ങൾ വന്ന് കഴിച്ചിട്ട് വരാം ഗൈസ്. ഗൈസ് അങ്ങനെ നിമിഷം നേരം കൂടെ ഞങ്ങൾ മന്തി ഞങ്ങൾ കാര്യമാക്കി. ഇനി അടുത്തതിനെ വിട്ടിട്ട് വെയിറ്റിംഗ് ആണ്. ഞാൻ അടുത്തത് ഇപ്പോൾ എടുത്തോണ്ട് വരും. അമ്മ മറന്നു പോയിരുന്നു, ഇപ്പോഴാണ് വന്ന് വീണ്ടും ചോദിച്ചത്. പിന്നെ അടുത്ത സാധനത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ്. ഇനി അതോടെ കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് വീണ്ടും ഇവിടെ നിന്ന് എങ്ങോട്ടേലും പോകാൻ. ഗൈസ് അങ്ങനെ ചിക്കൻ എന്തോ ഒരു സുൽത്താൻ സാധനം വന്നിട്ടുണ്ട്, ചീസ് വെച്ചിട്ടുള്ള. ചീസ് സുൽത്താനി, അത് തന്നെ.
പിസ്സ കൂട്ടിയിരിക്കും. ആ കണ്ട പിസ്സ മുറിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് ഫുൾ ചിക്കനാണ്. ചിക്കനും ചീസും വെച്ചുള്ള സാധനം. അപ്പം ഞങ്ങൾ അടുത്ത് കഴി. രണ്ടെണ്ണം ചക്കുപ്പിക്ക് ഒരെണ്ണം എനിക്ക് ഒരെണ്ണം നിനക്ക്. ഇതെന്താടി ഫെവിക്കോള് ചുട്ടിച്ചിട്ടത്? ചക്കുപ്പിയുടെ മോഹം കണ്ടോ? ആ കുപ്പി മാറ്റിച്ചു. കുപ്പി മാറ്റിച്ചു. എപ്പോഴും ഇവിടെ ഒന്ന് മന്തി ഇരിക്കുന്നത്. വല്ലപ്പോഴൊക്കെ വെറൈറ്റി കഴിക്കണ്ടേന്ന് നോക്കിട്ട് ഞങ്ങൾ ഇപ്പോൾ അടുത്ത് വന്ന് ഓർഡർ ചെയ്തു. ആ ഇവിടുത്തെ മന്തി സൂപ്പർ സാധനം കേട്ടോ. പക്ഷേ ഈ വലിയതൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ അമ്മാതിരി തീറ്റ് തിരുന്നവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഞങ്ങൾക്കിപ്പോൾ ക്വാർട്ടർ മേടിച്ചുകൊണ്ട് കറക്റ്റ് ആയിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ല സുഖമായിട്ട് കഴിക്കാൻ പറ്റും. എന്തോ ഇത് റബ്ബറോ ബബിൾക്കം ചവയ്ക്കുന്ന പോലെ ഒരു ചീസ് ചവയ്ക്കുന്നത് കഴിച്ച്. അപ്പം ഇനി ഞാനും കൂടെ പെട്ട് ടേസ്റ്റ് ചെയ്തിട്ട് എനിക്കും വെള്ളം വരുന്ന എന്നാൽ പോട്ടെ കഴിച്ച. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വെളിയിലിറങ്ങി. ചെറുതായിട്ട് മഴ പൊടിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ വണ്ടി എടുത്തിട്ട് പോട്ടെ. ഇതാണ് അമ്മൂസ് പോകുന്നു. പോ. ഇതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് കേട്ടോ, ടൈഗർ എയ്റോ റെസ്റ്റോറൻറ്റ്. നേരത്തെ നമ്മുടെ വീഡിയോക്കകത്ത് കണ്ടിട്ടുണ്ട്. ഇവിടെ വണ്ടി കൊണ്ടൊക്കെ വന്നാൽ പാർക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ തിരിച്ച് അടുത്തൊരു സ്ഥലമുണ്ട്, ചുമ്മാ അവിടെ വരെ ഒന്ന് കണ്ടിട്ട് വരാൻ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. പക്ഷേ ഒരു മഴ, ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോൾ മഴയില്ലായിരുന്നു. പറഞ്ഞു തീർന്നതേ ഉള്ളൂ മഴയാണ്. അത്ര ഇടയിൽ ഭയങ്കര മഴയായിരുന്നു. ഇത്ര ഇടയിൽ ഓൾറെഡി മഴ പെയ്ത് കഴിഞ്ഞെന്ന് തോന്നി. ഇപ്പൊ പെയ്യുന്നില്ല. മിനിറ്റ് കൊണ്ട് മഴ നിന്ന് ഈ സൈഡിലത്തെ. നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി ഗൈസ്. നല്ല ഫുഡായിരുന്നു. നല്ല ഫുഡ് വെച്ചാൽ ഞങ്ങൾ ഓൾറെഡി അവിടുത്തെ മന്തി കഴിക്കുന്നതാണ്. ഞങ്ങൾക്ക് അറിയാം മന്തി നല്ല ടേസ്റ്റ് ആണ്. കറക്റ്റ് അളവിൽ വാങ്ങിച്ചത് കൊണ്ട് ഞങ്ങൾക്ക് കറക്റ്റ് ആയിരുന്നു. ഇനി ഞങ്ങൾക്ക് ഇനിയും ഇപ്പൊ തന്നെ സമയം ഒത്തിരി ആയി. ഇനി ഞങ്ങൾ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടുന്ന് ഒരു മണിക്കൂറുണ്ട് അവിടെ വരെ എത്താൻ. അങ്ങനെ ഞങ്ങള് കഴിച്ചോണ്ടിരുന്നപ്പോ ഞാൻ പറഞ്ഞില്ലായിരുന്നു സ്ഥലം പോയി നോക്കിയില്ലെന്ന്. ഞങ്ങൾ അങ്ങനെ ചുമ്മാ റീൽസ് നോക്കിയപ്പോ ഒരു സ്ഥലം കണ്ടു. അത് ഈ കർണാടക തമിഴ്നാട് ബോർഡറാണ്. ഇവിടുന്ന് ഒരു 1.25 മണിക്കൂറുണ്ട്. ഇപ്പൊ ഇവിടുന്ന് വെച്ചാൽ ഞങ്ങൾ ബെന്നാർഘട്ട സൂവിന്റെ അവിടുന്ന് ഇതിലെ പോകുന്നിടത്താണ് ബെന്നാർഘട്ട സൂ ഉള്ളത്. അപ്പം ഇവിടുന്ന് ഒരു 1.25 മണിക്കൂറുണ്ട് നമുക്ക് പോകാൻ വേണ്ടി. അപ്പൊ ചുമ്മാ ഒന്ന് പോയി നോക്കാം. എന്തായാലും മഴ പെയ്യുന്നുണ്ട്. സ്കൂട്ടറിൽ പോയ നല്ലതായിരുന്നു. പക്ഷെ ഒത്തിരി നേരം അത്രയും നേരം ഇരിക്കാനും ഒന്നും പറ്റത്തില്ല. അപ്പം നമ്മൾ പോയി നോക്കാന്ന് വിചാരിച്ചു. ഇനി മഴ ഭയങ്കര മഴയാണോന്നൊന്നും അറിയില്ല കേട്ടോ. ഇത് ബെന്നാർഘട്ടയാണ് ഗൈസ്. ബെന്നാർഘട്ട സൂവിന്റെ ആ ഒരു ഏരിയ ആണ്. അങ്ങ് ഒരു പള്ളി കാണാം. ആ പള്ളി അത് ആണ് ഗൈസ്. ഞങ്ങൾ അങ്ങനെ തമിഴ്നാട് എത്തി. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. തമിഴ്നാടിന്റെ തമ്പാപുരം എന്ന് പറഞ്ഞൊരു സ്ഥലമായി. എത്ര പെട്ടെന്ന് ഞങ്ങൾ ഇങ്ങനെ എത്തിയെന്ന് അറിയാവോ? നമ്മുടെ അവിടെ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു? 40-47 പിന്നെ ഒരു 29 മിനിറ്റ് ഉണ്ട് നമുക്ക് ഞങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് ചെല്ലാൻ വേണ്ടിട്ട്. പറയാൻ കൊള്ളാൻ പറ്റില്ല. പക്ഷെ ഭയങ്കര മഴയാ. ചള്ളയും വെള്ളം. ശരിയാ. എന്റെ വെള്ള ഷൂ എന്റെ ഒരുമാതിരി എന്താ പറയാ, സാധാരണ ഒരു വഴി കൂടെ എപ്പോഴും നമ്മൾ പൊക്കോണ്ടിരിക്കുന്ന റോഡില്ലേ, അങ്ങനെ ഒരു സ്ഥലത്തൂടെ ഒക്കെയാണ്. ഇപ്പൊ എന്തോ ഒരു ഗ്രാമപ്രദേശത്തിലോട്ട് കയറിയെന്ന് തോന്നുന്നു. രണ്ടും കൂടെ മിക്സ് ആയതിന്റെ ഇപ്പൊ ഫുള്ള് ഗ്രാമമായി. പക്ഷെ റോഡ് ഫുള്ള് ചള്ളയും വെള്ളം. ഇപ്പൊ മഴ പെയ്തോടെ. ഇപ്പൊ ഒരു മഴ പെയ്തത് നിന്നല്ലേ ഉള്ളൂ. നമ്മള് വന്ന വഴിക്കെല്ലാം മഴയായിരുന്നു. ഞങ്ങളാ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പോ തൊട്ട് മഴയായിരുന്നു. തോടൊരു മയില് നിൽക്കുന്നു, കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ കണ്ടു ക്യാമറക്കകത്ത് കാണാൻ പറ്റത്തില്ല. ഇവിടൊക്കെ എന്തോ കണ്ടം ഒക്കെ കൂട്ടും. ആൾക്കാരൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ട്, ഓരോ അമ്മച്ചിമാരൊക്കെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പോകുന്നു. കണ്ടോ? തൊഴിലുറപ്പിന് പോയിട്ട് പോവാൻ തോന്നുന്നു. മഴയല്ലേ. കാണിച്ചോണ്ടല്ലേ ഇരിക്കുന്നത്. ആരാന്നറിയില്ല. ആരാന്നറിയില്ല. എന്തോ ഒരു ടെമ്പിൾ. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്ര അടുത്താണ് അല്ലേ തമിഴ്നാട് കർണാടക ഒക്കെ.
ആദ്യമായിട്ട് അവിടെ ഈ റൂട്ടിൽ വരുന്നത്. അവിടെ നിന്ന് ജസ്റ്റ് റീല് നോക്കിയപ്പോ കണ്ടതുകൊണ്ട് ബാക്കി. ഞങ്ങളിങ്ങനെ കഴിക്കാൻ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരുന്നപ്പോ ഞങ്ങൾ ചുമ്മാ നോക്കിയാണ്. അപ്പൊ തേണ്ട ഒരു റീൽസ് കണ്ടിത് ഈ സ്ഥലം, ഞങ്ങളിപ്പോ പോകുന്ന സ്ഥലം. പക്ഷെ ഇപ്പൊ പോയിട്ട് അവിടെ കാണാൻ കൊള്ളാവോന്നൊന്നും അറിയില്ല, കാരണം മഴയൊക്കെ പെയ്ത് ചള്ളയും വെള്ളമാണോ എന്നറിയില്ല. നമ്മള് ആപ്പടെ 2 ഡിഷ് ഓർഡർ ചെയ്തുള്ളൂ, പക്ഷെ രണ്ടാമത്തെ വരാൻ 1/2 മണിക്കൂർ സമയമുണ്ട്. മറന്നു പോയതൊന്നും. ആ സമയത്താണ് നമ്മൾ ഈ സ്ഥലം കണ്ടുപിടിച്ചത്. ഇല്ലാതെ പെട്ടെന്ന് വരുവാണെങ്കിൽ നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി. എന്നാ ചക്കപ്പ് ഇരി ഉണ്ടാക്കി. ചക്കപ്പ് പക്ഷെ ഉറങ്ങിപ്പോയി. നമ്മുടെ ചക്കപ്പിനാണെങ്കിൽ അങ്ങ് കിടന്നുറങ്ങി. പിന്നെ എപ്പോ വണ്ടിയൊക്കെ എറിയാലും അവൻ ഉറങ്ങും. ബൈക്കേ പോയാലും അവൻ കാറ്റടിച്ച് അപ്പൊ ഉറങ്ങിപ്പോ. പണ്ട് നേരത്തെ കുഞ്ഞിലായിരുന്നപ്പോ ഉണർന്നിരിക്കും, ഉറങ്ങാൻ കുഞ്ഞിലേ ഉറങ്ങുമായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ ഉറങ്ങാതിരിക്കും. ഒരു 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് പിന്നെ കാഴ്ച കാണാൻ വേണ്ടി നോക്കിയിരിക്കുവായിരുന്നു. ഇപ്പൊ ഉറങ്ങും വീണ്ടും. ഇപ്പൊ കാറ്റടിച്ചാൽ ആദ്യം ഉറങ്ങും. പക്ഷെ വീട്ടിൽ പോയി ഫാനിട്ടല്ലോ ഉറങ്ങും. ഇവിടെ ഫുള്ള് തെങ്ങും തോപ്പും കണ്ടവും ഒക്കെ. നമ്മുടെ നാട്ടിലൊക്കെ പോയിട്ടില്ലേ? നമ്മൾ കേരളത്തിൽ പോയിട്ടിരിക്കുന്നു. പക്ഷെ കേരളമല്ല ഗൈസ്, തമിഴ്നാടാണ്. എത്ര വട്ടം നമ്മൾ തമിഴ്നാട്ടിൽ വന്നു. നല്ല രസം. ഒരു ദിവസം സ്കൂട്ടർ സ്കൂട്ടർ വന്നാൽ കൊറേ നേരം പുറകില് ഇതില്ലല്ലോ, ബാക്ക് പാസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കഴിക്കാനൊക്കെ എന്തെങ്കിലും സാധനം ഉണ്ടായാലും കുഴപ്പമില്ല. ഇതാണെങ്കിൽ ഒരു കരിക്ക് പോലും ഇല്ല. ഈ മഴ ഉള്ളത് കൊണ്ട് കാണാൻ രസമുണ്ട്, പക്ഷെ വെയിലാകുമ്പോ ചുട്ട് കൊള്ളുമായിരിക്കും. നമ്മളാ പോകുന്ന സ്ഥലത്തോട്ട് വണ്ടി പോകുമ്പോ അവിടെ വണ്ടി അങ്ങ് അവിടെ ചെല്ലുന്ന കേറുന്നത്. പണ്ട് വറവ് സമയത്തെക്കാണ്ട് വണ്ടി കയറ്റിയിട്ടാന്ന് വെച്ചോണ്ട് ഇപ്പൊ ഈ മഴ പിടിച്ചാൽ തളക്കത്ത് പൊതയും. ആ സാരമില്ല, നമുക്ക് വണ്ടിയിൽ മഴയത്ത് ഇത്രയും നേരം നമുക്ക് വണ്ടി ഓടിച്ച് വരാൻ പറ്റിയില്ലേ. പിന്നെ വണ്ടി നമ്മൾ ഒരാഴ്ചയായി വണ്ടി എടുത്തിട്ട്, അപ്പൊ പിന്നെ സങ്കടവാദത്തിൽ ഓടിച്ചില്ലേ. എന്താ മല്ലിയോ ഇവിടൊക്കെ എന്തോ കൃഷികളാകട്ടെ, എന്തോന്നറിയില്ല. പച്ചമുളക് അല്ല, ചെറിയ എന്തോ നേരത്തെ നോക്കാൻ പറ്റുമോ എന്തോന്നറിയായിരുന്നല്ലോ. കടുകാണോ? ചെറിയത്, പക്ഷെ ചെറിയൊരു ഒരു മഞ്ഞപ്പൂ കാണുന്നുണ്ട് അകത്തേക്ക്. പക്ഷെ മല്ലിയാണെങ്കിൽ അല്ല, കടുക് കുറച്ചും നല്ല സൈസിൽ വലുതാവും. അത് ഈ സൈഡിലും ഉണ്ട്. 2 സൈഡിലും എന്തോ കൃഷിയുണ്ട് കേട്ടോ. കൃഷി എന്ന് വെച്ചാൽ ചെറിയ എന്തോ തൈകളാണ്. എന്തോ നമ്മുടെ റോഡിന്റെ ലെവലിലാ മൊത്തം കൃഷി ഇരിക്കുന്നത്. ഗുണ്ടൽപ്പെട്ടി പോയിന്റ് എടുക്കുന്നല്ലേ, കുറെ സൂര്യകാന്തിപ്പൂവും ജമന്തിപ്പൂവും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടി അവിടെ വരെ പോകേണ്ട ആവശ്യമില്ല, ഇത്ര അടുത്ത് എടുക്കില്ല. ഇങ്ങോട്ട് വന്നാൽ നമ്മളിനി അവിടെ പോകണമെങ്കിൽ മൈസൂർ കഴിഞ്ഞ് വേണം. നമ്മൾ ഈ വർഷം പോകുന്നില്ലേ? അവിടെ ആയിട്ടില്ലല്ലോ, ആവുന്നതേ ഉള്ളൂ. ഇപ്പൊ ഗുമ്മലം സ്ഥലം അടിപൊളി, നല്ല പച്ചപ്പ്, ഒരു മാട്ട മഴയും കൂടെ പെയ്ത പൊളിയല്ല. മാട്ട മഴയോ? ഇതാണ്ട് തക്കാളി, അപ്പുറത്ത് മൊത്തം തക്കാളി. അത് തക്കാളി. ഇവിടെ എന്തോ വലിയ കൃഷികള്. പയറാണോ? കമ്പേ കയറ്റിട്ട് ഇങ്ങനെ വള്ളി വിട്ടേക്കുന്ന. അത് കടുകാണോ? ഇവിടെ എന്തോ വെള്ള പൂ കൂട്ടി. ഇതെന്താന്ന് അറിയില്ല കേട്ടോ ഗൈസ്. ഇവിടെ വണ്ടി നിർത്താൻ സ്പേസ് ഇല്ല, ചെറിയ റോഡാണ്, അതുകൊണ്ട്. അങ്ങോട്ട് ഭയങ്കര മഴ വരുന്നുണ്ട്, അങ്ങനെ മലയെന്ന്. പക്ഷേ ഇവിടെ കണ്ടോ കുറേ വെള്ള പൂക്കളുണ്ട്. ഇത് എന്ത് മണമാണ്, ഭയങ്കര മണം വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഈ മല്ലിയിലെങ്കിക്കുമ്പോൾ ഒരു മണമില്ലേ, ആ മണമാണ് വരുന്നത്. പക്ഷെ ഭയങ്കര മഴ. അയ്യോ, ഞാൻ അകത്ത് കയറിപ്പെട്ട് ക്യാമറ ഉണക്കി. ഭയങ്കര മഴ നനഞ്ഞു കഴിച്ചു. മുത്തു വലിയടത്ത് വീഡിയോ എടുക്കാൻ പോയതാ, ഫുൾ മഴയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. മുത്ത് ഇറങ്ങിയപ്പോ മഴയില്ലായിരുന്നു, പക്ഷെ അവിടെ പോയപ്പോ ഭയങ്കര ഒറ്റ മഴ പെയ്തു. വീഡിയോ കിട്ടിയില്ലേ? വീഡിയോ കിട്ടി, റെക്കോർഡായി നോക്കി. ഭയങ്കര മണം കേട്ടോ. മല്ലിയല്ല പക്ഷെ മല്ലിയില ഞെരിടുമ്പോ ഒരു മണം വരില്ല. നീ എങ്ങനെ ഞെരുടി പറിച്ചോ? ആ കാറ്റടിക്കുമ്പോഴത്തേക്ക് ഭയങ്കര മണം അവിടെ. വേറെ എന്താണ്ട് കൊള്ളാം. ഇവിടെ എല്ലാം എന്തോ കൃഷിക്ക് വേണ്ടി ഇങ്ങനെ കണ്ടോ, അവരിങ്ങനെ എന്താണ്ടൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കും. മറ്റേ പച്ച കളർ നെറ്റ് അടിച്ചിട്ട് വെയിലടിക്കാൻ ഗ്രീൻ ഹൗസ്. ഭയങ്കര മഴ എന്ന് വെച്ചാൽ ഭയങ്കര മഴ. നോക്ക്, ഞങ്ങൾ എവിടെ പോയാലും ഇങ്ങനെ മഴയായിരിക്കും, എന്താന്നറിയില്ല. ഞങ്ങൾ എല്ലാ പ്രാവശ്യം പോകുന്ന ഏതെങ്കിലും എവിടെ പോയാലും അമ്പലമായിരിക്കും. അതുകൊണ്ട് ഇന്നൊന്ന് മാറ്റി പിടിച്ച അമ്പലം ഇല്ലാത്ത സ്ഥലം നോക്കിപ്പോയാൽ. പക്ഷെ വരുന്ന വഴി എല്ലാം കുറെ അമ്പലമാണ്. അല്ല, ഞങ്ങൾ എവിടെ പോയാലും മഴയായിരിക്കും, പിന്നെ ഇത് കൂട്ടുള്ള ഗ്രാമപ്രദേശമായിരിക്കും, എന്താന്നറിയില്ല. പശുവിനെ കൊള്ളുന്നുണ്ട്, അടിപൊളി. എന്ത് വെച്ചോ നോക്കിയത്. ഇവിടെ ഒരു പള്ളിയുണ്ട്.
അയ്യോ എന്തൊരു മഴ. വണ്ടിക്ക് കണ്ണു കാണാതെ വരുവാണ്. പോകട്ടി. വെള്ളയല്ലേ ഒരു ചെടി. ഇതെന്തുവാ കുറെ സ്ഥലത്ത് മഴ പെട്ടെന്ന് പെയ്യും, എന്നിട്ട് നിൽക്കും, വീണ്ടും പെയ്യും. എന്താണെന്നറിയില്ല. എന്നാലും നല്ല രസമുണ്ട് കേട്ടോ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇവിടെ പോയപ്പോൾ ഇതുകൂടെ തന്നെയല്ലായിരുന്നു കേട്ടാ, നന്ദി ഹിൽസിൽ പോയപ്പോ. അത് കാറെ കയറുമ്പോ മഴ തുടങ്ങും, കാറെ നിറങ്ങുമ്പോ മഴ നിൽക്കും. പക്ഷെ ഇന്നാണെങ്കിൽ കാറെ കയറിയതേ ഉള്ളൂ, മൊത്തം മഴയാണ്. ഇവിടെ എന്തോ മഞ്ഞ പൂ കൂട്ട് എന്തോ കൃഷിയാ. അത് വെന്തിപ്പൂ. വെന്തിപ്പൂ, ജമന്തിപ്പൂ. അത് ഇത്ര ചെറുത് കാണുന്നുണ്ടോ ഗൈസ്? ക്രിമിനടിക്കുള്ള എന്തോ മരുന്നില്ലേ? നമുക്ക് ഇവിടെ ഇനിയും ലെഫ്റ്റിലോട്ടാണ് പോകേണ്ടത്. സ്ഥലത്തിന്റെ പേരൊന്നും അറിയില്ല. ലേക്ക് വ്യൂ നമുക്കൊരു 12 കിലോമീറ്റർ പോണം. ഒരു മരം ഉണങ്ങി നിൽക്കുന്നുണ്ട്. ഇത് എപ്പോ വേണമെങ്കിലും താഴെ പോകും. അകത്തെ സ്റ്റാർ ഒട്ടിച്ച് വെച്ചേക്കുന്ന റെഡ് കളറില് സ്റ്റാർ പൊക്കൂടെ ഇതിനെ ഓണടിക്കുന്നേ. നമുക്കൊരു കല്യാണം ഇല്ലേ? ഞങ്ങൾക്ക് ഇവിടെ ഒരു കല്യാണം മാധ്യമമായിട്ട് വിളി വന്ന് കഴിച്ചു. കർണാടകയിൽ പോണോ വേണ്ടെന്നുള്ള ഡൗട്ട് ഇരിക്കും. ഞങ്ങൾ ഇതുവരെ കർണാടകക്കാരെ കല്യാണം കണ്ടിട്ടില്ല. നീലിമയുടെ അച്ഛനും അമ്മയും എല്ലാവരും കർണാടകക്കാരും. കണ്ടോ ഗൈസ്, ഫ്രണ്ട് ഭാഗം ഒന്നും മഴ കാരണം ശരിക്കും കാണുന്ന പോലും ഇല്ല. പൈപ്പറാണെങ്കിൽ 100 അടിക്കും, എന്നിട്ടും കാണുന്നില്ല കേട്ടോ. ഇടയ്ക്കാണെങ്കിൽ ബക്കറ്റ് വെള്ളം പോലും അടിച്ചിട്ടുണ്ടാ. സൂപ്പർ മഴ. നമ്മള് വീട്ടിൽ ഇരിക്കാൻ നമ്മുടെ അവിടെ നിന്ന് ഇങ്ങനത്തെ മഴ ഇല്ലല്ലോടാ. അവിടെ ഒരു മഴ പെയ്യും, ഒരു 2 സെക്കൻഡ് പെയ്യും, നിൽക്കും, പിന്നെ ഒരു അരമണിക്കൂർ വരുമ്പോ പിന്നെ ഒരു 2 സെക്കൻഡ് പെയ്യും. ഇങ്ങനെ ചാറി എന്നിട്ട് പിന്നെ പെയ്യും, വീണ്ടും ചാറും. ഇവരൊക്കെയാണ് ഈ പണി കഴിഞ്ഞിട്ട് വരുന്ന കണ്ടോ ഗൈസ്, പാവുണ്ടേ. ഞങ്ങൾ വന്ന വഴി ഫുള്ള് ഫാക്ടറി. ഇത് കണ്ടോ, ഇവിടെ ഫുള്ള് കണ്ട നികത്തിതാന്ന് തോന്നുന്നല്ലേടാ. പക്ക ഗ്രാമപ്രദേശം അതാണ്. വെള്ളം കയറുന്നതല്ല, ഭയങ്കര കാറ്റാണ്. അയ്യോ മഴയിലൊക്കെ വന്ന എന്ത് രസമായിരിക്കും. ഫുള്ള് പൂക്കളൊക്കെ